ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2024 ഓഗസ്റ്റ് 24 ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്ന് കന്നി രാശിയിലേക്ക് സംക്രമിക്കുന്നു. ശുക്രൻ്റെ കന്നി രാശിയിലെ സഞ്ചാരം സെപ്റ്റംബർ 17 വരെയാണ്. കന്നി ശുക്രൻ്റെ മിത്രമായ ബുധൻ്റെ ക്ഷേത്രമാണ്. ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളിലൂടെയാണ് ശുക്രൻ്റെ കന്നി രാശിയിലെ സഞ്ചാരം. കന്നിയിൽ ശുക്രൻ ഛായാഗ്രഹമായ കേതുവുമായി യോഗം ചെയ്യുന്നു. കന്നിയിലെ കേതു ശുക്രയോഗം വ്യക്തിജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഗോചരവശാൽ ഏറ്റവും കൂടുതൽ രാശികളിൽ ഗുണം നൽകുന്നതും വ്യക്തിജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതും ശുക്രനാണ്. ജനിച്ച കൂറിൻ്റെ 6, 7, 10 എന്നീ ഭാവങ്ങളൊഴികെ മറ്റ് എല്ലാ ഭാവങ്ങളിലും ശുക്രൻ ഗുണദാതാവാണ്. സ്നേഹം, പ്രണയം, രതി, വിവാഹം, ദാമ്പത്യം, ദേഹസുഖം, ഭോഗസുഖം, കല, സംഗീതം, സിനിമ, ലോട്ടറി ഭാഗ്യം, ദേവീഭക്തി ഇവയൊക്കെ ശുക്രൻ്റെ കാരകഭാവങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ശുക്രൻ്റെ കന്നി രാശിയിലെ സഞ്ചാരത്തെ മുൻനിർത്തി മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിലായി അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്ര ജാതകരിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ജനിച്ച കൂറിൻ്റെ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ ഗുണദാതാവല്ല എന്ന് മാത്രമല്ല, ദോഷം ഉണ്ടാകുകയും ചെയ്യും. കേതു 6-ാം ഭാവത്തിൽ ഉള്ളതുകൊണ്ട് ശുക്രൻ്റെ 6-ാം ഭാവത്തിലെ കേതു ശുക്രയോഗം ചില ഗുണാനുഭവങ്ങൾ കൂടി പ്രതീക്ഷിക്കാം. ഇടപാടുകളിൽ സാമ്പത്തിക ലാഭം കുറഞ്ഞാലും തീരെ മോശമാകാൻ സാധ്യതയില്ല. ശത്രുക്കളുടെ പ്രവർത്തനത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയും. സ്വന്തം തൊഴിൽ മേഖലയിൽ ചില അപസ്വരങ്ങൾ ഉയർന്നു വന്നേക്കാം. എന്നാൽ ആത്മാർത്ഥമായ സമീപനത്താൽ അവയെ സാധാരണ നിലയിൽ എത്തിക്കാനും സാധിക്കും. തസ്കര ശല്യത്തിന് സാധ്യതയുണ്ട്. ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല. ഏതു കാര്യത്തിലും ഒരു കരുതൽ വേണ്ട സമയമാണ്. കുടുംബപരമായി പിണക്കവും ഇണക്കവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും. സ്ഥാനഗുണവും സൗഭാഗ്യവും പ്രതീക്ഷിക്കാം. കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം 5-ാം ഭാവത്തിൽ ആണ്. അനുകൂല ഫലങ്ങൾക്കാകും മുൻതൂക്കം ലഭിക്കുന്നത്. സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാനാകും. സന്താനങ്ങളിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങളാകും വന്നു ചേരുന്നത്. പുത്രഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സന്താന ജന്മത്താൽ കുടുംബത്തിൽ സന്തോഷം നിറയും. പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും അവരുടെ ഭാവനകൾ ഉണരുകയും സൃഷ്ടികളിൽ മുഴുകാൻ വേണ്ട സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. ഗ്രഹത്തിലെ സ്ത്രീകൾക്ക് സമാധാനവും ഉയർച്ചയും പ്രതീക്ഷിക്കാം. ഈശ്വര സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല. വ്യാപാര രംഗത്ത് ഉയർച്ചയുണ്ടാകും. ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക ഞെരുക്കത്തിന് അയവ് വരുന്നതാണ്. ഭാഗ്യപുഷ്ടി, ലോട്ടറിയിൽ ഭാഗ്യം, അപ്രതീക്ഷിത പാരിതോഷികങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. വിവേകപൂർവ്വം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയും. അഭിപ്രായ ഭിന്നതകൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമാകും. വിജ്ഞാന സമ്പാദനത്തിന് കൂടുതൽ സമയം കണ്ടെത്തും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വിദേശയാത്രകൾക്ക് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്.
ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറും. വീട് പണി പൂർത്തിയാക്കുവാൻ കഴിയും. വീട് മോടി പിടിപ്പിക്കുവാനും അവസരം അനുകൂലമാണ്. ഗൃഹാന്തരീക്ഷം മെച്ചപ്പെടും. പുതിയ ഫർണിച്ചറുകൾ വാങ്ങും. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഗുണകരമായ മാറ്റം പ്രതീക്ഷിക്കാം. മാതൃസ്വത്ത് അനുഭവയോഗ്യമാകും. മാതാവ് വഴിയുള്ള ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. സൗഹൃദം വിപുലമാകും. സ്ത്രീ സൗഹൃദങ്ങളും ഉണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ശക്തമായ പിന്തുണ കൈവരുന്നതാണ്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. വിനോദങ്ങളിൽ പങ്കെടുക്കും. വിനോദയാത്രകൾക്കുള്ള അവസരവും ഉണ്ടാകും. സുഖഭക്ഷണ യോഗം ഉണ്ട്. രോഗികൾക്ക് സുഖചികിത്സ ലഭിക്കും. തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നീങ്ങി ഉയർച്ചയുണ്ടാകും. കർമ്മരംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം. പ്രണയികൾക്ക് അനുകൂല സമയമാണ്. സാമ്പത്തിക രംഗം ശോഭനമാകും. ഉണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് 3-ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ചിട്ടി, ലോട്ടറി ഇവയിലൂടെ ധനം വന്നുചേരും. സഹോദര ഗുണം ഉണ്ടാകും. സഹോദര സ്ഥാനീയരിൽ നിന്ന് സാമ്പത്തികമായ പ്രയോജനങ്ങൾ ലഭിക്കും. ദൂരദിക്കിലുള്ള മാതാപിതാക്കളെ സന്ദർശിക്കും. പിണക്കത്തിൽ കഴിയുന്ന ബന്ധുക്കൾ വീണ്ടും ഇണക്കത്തിലാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. കുടുംബാംഗങ്ങളോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും. പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും പാരിതോഷികമായി ലഭിക്കുന്നതാണ്. കച്ചവട രംഗത്ത് നവീകരണം സാധ്യമാകും. ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും. വസ്തുവിന്മേലുള്ള തർക്കം പരിഹരിക്കപ്പെടും. സാഹിത്യകാരന്മാർക്ക് എഴുതിയ കൃതികൾ പ്രകാശിപ്പിക്കാൻ അവസരം ഉണ്ടാകും. പാരിതോഷികങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കാൻ ഇടയുണ്ട്. കലാകാരന്മാരെ പരിചയപ്പെടാൻ അവസരം ലഭിക്കും. പിതാവിൻ്റെ ജോലി ഉയർച്ചയുണ്ടാകും. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുകാനുള്ള അവസരങ്ങൾ സംജാതമാകും. സമൂഹത്തിലെ സ്ത്രീകളുടെ ആദരം സിദ്ധിക്കുന്നതാണ്. കൃഷി കാര്യങ്ങളിൽ കുറച്ചൊക്കെ നേട്ടം ഉണ്ടാകും. പ്രണയികൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയും. സാഹസിക മത്സരങ്ങളിൽ നിന്നും പിന്തിരിയും. മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം 2-ാം ഭാവത്തിലാണ്. ധനപരമായി മെച്ചമുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നുചേരും. ഊഹക്കച്ചവടം, ഇൻഷുറൻസ്, ലോട്ടറി തുടങ്ങിയവയിലൂടെ ധനം ആർജിക്കുവാൻ കഴിയും. കിട്ടാക്കടങ്ങൾ ഭാഗികമായെങ്കിലും തിരികെ ലഭിക്കും. സംസാരശൈലി ആകർഷണീയമാകും. പരുക്കൻ വാക്കുകൾ ഉപേക്ഷിക്കും. പരീക്ഷയിലും അഭിമുഖങ്ങളിലും മികവുണ്ടാകും. മത്സരങ്ങളിൽ ശോഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ അവസാനിക്കും. പ്രഭാഷകർക്കും പാട്ടുകാർക്കും ശബ്ദം കൊണ്ട് മറ്റുള്ളവരുടെ മനം കവരാനാകും. അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. കലാവാസനകൾ പരിപോഷിപ്പിക്കപ്പെടാം. കവികൾക്കും നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബജീവിതം കൂടുതൽ സമാധാനപൂർണമാകും. പ്രണയാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യത്തിൽ ഐക്യവും പരസ്പര വിശ്വാസവും ദൃഢമാകുന്നതാണ്. കിടപ്പ് രോഗികൾക്ക് ചികിത്സ കൊണ്ട് ആശ്വാസം അനുഭവപ്പെട്ടേക്കും. ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ശുക്രൻ ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത്. ശുക്രനും ചന്ദ്രനും മാത്രമാണ് ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണമേകുന്ന ഗ്രഹങ്ങൾ. പൊതുവെ ഭക്ഷണസുഖവും ദേഹസുഖവും മനസ്സുഖവും അനുഭവപ്പെടുന്ന കാലമാണ്. പുതുവസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങും. സ്ത്രീകളുടെ പിന്തുണ ലഭിക്കും. സാമൂഹ്യമായ അംഗീകാരം നേടാൻ കഴിയും. അവിവാഹിതരുടെ വിവാഹാലോചന സഫലമാകും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങാൻ അവസരം ലഭിക്കും. അലങ്കാരങ്ങളോടും ആഡംബരങ്ങളോടും ഇഷ്ടം കൂടും. കലയിലും ഹോബിയിലും ആവോളം ആസ്വദിക്കാനാവും. വിനോദ പരിപാടികളിൽ പങ്കെടുക്കും. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും സജീവമാകും. അധികം വിയർപ്പൊഴുക്കാതെ നേട്ടങ്ങൾ വന്നുചേരും.
വിശ്രമത്തിന് ധാരാളം സമയം ലഭിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിയും. സ്ത്രീ സൗഹൃദങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ്. ബിസിനസ്സിൽ മെച്ചം പ്രതീക്ഷിക്കാനാവും. സകുടുംബം ദൂരദിക്കിലേക്ക് യാത്ര ചെയ്യാൻ അവസരമുണ്ടാകും. കിടപ്പ് രോഗികൾക്ക് ആശ്വസിക്കാനാകും. ചിത്തിര രണ്ടാം പകുതിയും ചോദ്യവും വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം 12ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിൽ നവഗ്രഹങ്ങളിൽ 8 ഗ്രഹങ്ങളും പ്രതിലോമ ഫലങ്ങൾ സമ്മാനിക്കുമ്പോൾ ശുക്രൻ മാത്രമാണ് ഗുണദാതാവാകുന്നത്. കാര്യങ്ങളിൽ വിജയവും ധനസമൃദ്ധിയും അനുഭവപ്പെടും. സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നതാണ്. കിട്ടാക്കടങ്ങൾ ചിലതൊക്കെ കിട്ടിത്തുടങ്ങും. ശുഭകാര്യങ്ങൾക്കായി ചെലവുണ്ടാകും. കടബാധ്യത കുറച്ചെങ്കിലും പരിഹരിക്കാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങും. സ്വർണ്ണാഭരണങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വാങ്ങിയേക്കും. യാത്രകൾ സുഖകരമാകും. കുടുംബത്തിലെ സ്ത്രീകളുടെ സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ്. ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി വിനോദയാത്ര നടത്തും. വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് ശുഭസന്ദേശം ലഭിക്കും. പണയ വസ്തുക്കൾ തിരിച്ചെടുക്കാനാകും. പാരമ്പര്യ വസ്തുക്കൾ വിൽക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും. മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും. വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചിക കൂറുകാർക്ക് ശുക്രൻ്റെ മാറ്റം 11ാം ഭാവത്തിലാണ്. എല്ലാ ഗ്രഹങ്ങളും 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് പരമാവധി ഗുണദാതാവാണ്. കന്നിയിലെ ശുക്രൻ്റെ സഞ്ചാരം വൃശ്ചിക കൂറുകാർക്ക് പല നിലയ്ക്കും ഗുണകരമാകും. ഭോജനസുഖവും ധനസമൃദ്ധിയും അനുഭവപ്പെടും. പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും. കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിലധികം ലാഭമുണ്ടാകും. സാമ്പത്തികമായി കൂടുതൽ പ്രയോജനം ഉണ്ടാകും. ബിസിനസ്സിൽ ധനപരവും ലാഭവും അധികമാകുന്നതാണ്. വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാറ്റത്തിന് സാഹചര്യം ഒരുങ്ങും. പുതിയ സംരംഭങ്ങൾക്ക് ഉപഭോക്താക്കളുടെ പ്രീതി നേടുന്നതാണ്. പ്രണയികൾക്ക് വിവാഹ സാഫല്യം നേടാൻ കഴിയും. ദമ്പതിമാരുടെ പരസ്പര സ്നേഹം ദൃഢവും അഗാധവുമാകും. ചെലവ് നിയന്ത്രിക്കാൻ കഴിയും. തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കും. കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും. സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ഭോഗസുഖവും മതിയായ വിശ്രമവും ലഭിക്കും. സംഗീതം, നൃത്തം, ചിത്രകല തുടങ്ങിയ രംഗങ്ങളിൽ ഉള്ളവർ ആ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതാണ്. സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾ തെല്ലുമില്ലാതെ സന്തോഷഭരിതമായ കാലമായിരിക്കും ഇവർക്ക് അനുഭവത്തിൽ വരിക. മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് 10ാം ഭാവത്തിലാണ് ശുക്രൻ സംക്രമിക്കുന്നത്. ശുക്രൻ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രതികൂല ഫലങ്ങൾ ലഭിക്കാനാണ് സാധ്യത കൂടുതൽ. സ്ത്രീകൾ മുഖേന കലഹത്തിന് സാധ്യതയുണ്ട്. കാര്യങ്ങൾക്ക് തടസ്സവും ധനനഷ്ടവും സംഭവിക്കാം. തൊഴിൽ രംഗം ഉന്മേഷരഹിതമാകും. തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടും. പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നില്ല. പ്രണയത്തിന് ഭംഗം സംഭവിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിടും. വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാൻ വിഷമിക്കുന്നതാണ്. സ്ത്രീകളുടെ പിന്തുണ ലഭിച്ചു എന്ന് വരില്ല. കുടുംബജീവിതത്തിൽ സൗഖ്യം കുറഞ്ഞേക്കും. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ദൗത്യങ്ങൾ വിജയിച്ചേക്കില്ല. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരും. പ്രണയികൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും. ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയും അടങ്ങിയ മകരക്കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ഏറെ പ്രതീക്ഷിക്കാം. കുടുംബസുഖം അനുഭവപ്പെടും. തൊഴിൽ രംഗം ഊർജ്ജസ്വലമാകും. ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും. ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കും.
സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാര വിപണന രംഗത്തുള്ളവർക്ക് നേട്ടം വർദ്ധിക്കും. വ്യക്തിജീവിതത്തിലെ അസംതൃപ്തിക്ക് പരിഹാരമാകും. ജീവിത പങ്കാളിയുടെ തൊഴിലിൽ ഒരു മുന്നേറ്റം ദൃശ്യമാകും. പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും. പുരസ്കാര സാധ്യത തള്ളിക്കളയാനാവില്ല. മാനസികമായി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകും. വേതന വർധനവിനും സാധ്യതയുണ്ട്. കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാകും. പൊതുവെ മനസ്സുഖം അനുഭവപ്പെടും. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭതീരുമാനങ്ങൾ ആകും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭമുണ്ടാകും. ഭോഗസുഖം ലഭിക്കും. രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും. ഭാവിയിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക് തുടക്കമിടാൻ കഴിയും. പ്രണയികൾക്ക് കുടുംബത്തിന് പിന്തുണ പ്രതീക്ഷിക്കാം. അവിട്ടം അവസാന പകുതിയും ചതയവും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് 8ാം ഭാവത്തിലാണ് ശുക്രൻ സംക്രമിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ അനിഷ്ടഫലങ്ങൾ നൽകുമ്പോൾ ശുക്രൻ ശുഭഫലമാണ് സമ്മാനിക്കുന്നത്. ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കാനാവും. ലക്ഷ്യം നേടാൻ സ്വന്തം പരിശ്രമം മാത്രമല്ല മറ്റുള്ളവരുടെ പിന്തുണയും ലഭിക്കുന്നതാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ മുൻകൂട്ടി അറിയാനും സമർത്ഥമായി പ്രതിരോധിക്കാനും സാധിക്കും. 2ാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നതിനാൽ ധനാഗമം പ്രതീക്ഷിക്കാം. കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും. ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പഴയ കടം വീട്ടാൻ ചില സഹായ വഴികൾ തെളിഞ്ഞു കിട്ടും. ആരംഭിച്ച ശേഷം മുടങ്ങിപ്പോയ കലാപ്രവർത്തനം പൂർത്തിയാക്കുവാൻ സന്ദർഭം വന്നു ചേരുന്നതാണ്. ഇഷ്ടജനങ്ങളെ അവിചാരിതമായി കണ്ടുമുട്ടും. വിവാഹാലോചനകൾക്ക് പുതിയ ഉണർവുണ്ടാകും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ആദായമേറും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമായ ചില കരാറുകളിൽ പങ്കുചേരുന്നതാണ്. സ്ത്രീസുഖവും സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ പുലർത്താൻ കഴിയും. പൂരൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് ശുക്രൻ 7ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഗോചരവശാൽ 7ലെ ശുക്രൻ്റെ സഞ്ചാരം ശുഭകരമല്ല. അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. തൊഴിൽ സംബന്ധിച്ച് യാത്രകൾ വർദ്ധിക്കും. യാത്രകൾക്ക് പ്രയോജനം കുറവായിരിക്കും. വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. ഊഹക്കച്ചവടത്തിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട്. പ്രണയത്തിൽ പരാജയത്തിനിടയുണ്ട്. ദാമ്പത്യത്തിലും അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ജോലിയിൽ പുരോഗതി കുറയും. കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറിയാലോ എന്ന് ആലോചിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതൃപ്തി അനുഭവപ്പെടും. ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. സമൂഹത്തിൻ്റെ അനിഷ്ടങ്ങൾക്ക് കാരണമാകും വിധമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാനിടയുണ്ട്. സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ട കർമ്മങ്ങൾ നീണ്ടുപോകും. ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവം അരുത്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യുക.